No. I recharged yesterday. Net not coming. I recharged today. Net not coming. Why you are people thinking about myself? This is too much. Your owner's son marriage 50,000 crore rupee. 1,000 people Sarasatya. Why you are not making that? Your owner son getting married. My money going. This is not fair and lovely. Why this collery to me? Not working. Da. എന്തുവാടാ? അമ്മ ഞാൻ ഇന്നലെ റീചാർജ് ചെയ്ത് എനിക്ക് നെറ്റ് വന്നിട്ടില്ല. ഇന്ന് റീചാർജ് ചെയ്ത് നെറ്റ് വന്നിട്ടില്ല. അയാളുടെ മോനെ കല്യാണം നടത്തുമ്പോൾ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം എന്തോ അയാൾക്ക്? നീ എന്തോ ഭാഷയെ സംസാരിച്ചേ? ഇംഗ്ലീഷ്. ആ തോന്നിയേ ചെയ്യും. നീ ഇങ്ങോട്ട് വാ. ഡബിൾ എം എ എൻ്റെ അടുത്താണോ അവൻ്റെ? അമ്മ നല്ലതാല് പറ. അമ്മയ്ക്ക് പറ്റും. How? എന്തോ? Fluency ടാ. How? You no give net my son why? My son very nutter is a very big screen. വറ്റേതൊക്കെ കാണണം വീഡിയോ യൂട്യൂബിൽ വീഡിയോ കാണണ്ടേ? Your honor son marriage what my son Parakel? Your Pushpan here Nika call help my son Sadhya he give. Your honor son marriage we don't call Sadhya, we don't get Sadhya. What is this? And if you do like this we will file customer care complaint and we will get enough other money and mind it shit. അമ്മച്ചി നല്ലോണൊക്കെ പറഞ്ഞിട്ടുണ്ട് മക്കളെ. അമ്മ എന്തുവരെ പഠിച്ചേ? എന്തുവാടാ നാട്ടുകാർക്ക് മൊത്തം അറിയാലോ അമ്മച്ചി ഡബിൾ എം എ ആണ്. പിന്നെ നിനക്കൊന്നും അറിയാത്തത്? ഒന്ന് തോറ്റിട്ട് വീണ്ടും എഴുതിയെടുക്കുന്നതിനാണോ ഡബിൾ എം എന്ന് പറയുന്നത്? എടാ ഇംഗ്ലീഷ് സ്പീച്ചാൻ വരല്ലേ? എൻ്റെ അമ്മ ഞാൻ ആകെപ്പാടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന 25,000 രൂപ. അമ്മ അതിങ്ങനെ ആർഭാടം കാണിച്ച് ധാരാളത്തം കാണിച്ച് തീർത്ത് കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ ജീവിക്കുന്ന വല്ല ചിന്തയുണ്ടോ? ധാരാളത്തം കാണിക്കാനോ? അമ്മച്ചി നിനക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ അമ്മച്ചിക്ക് ഇച്ചിരി ബുദ്ധി കൂടിപ്പോയി. അത് അമ്മച്ചിയുടെ കുഴപ്പമല്ല, അത് ദൈവമായിട്ട് തന്നതാ അമ്മച്ചിക്ക്. എൻ്റെ മക്കൾ അങ്ങനൊന്നും പറയല്ലേ മക്കളെ. ഓ എൻ്റെ ദൈവമേ, നിനക്ക് വേണ്ടിയിട്ട് അമ്മച്ചി വയറ് മുറുക്കി കൊടുത്ത് ജീവിക്കുക. അതൊക്കെ പോട്ടെ, ഞാൻ ഇന്നലെ റീചാർജ് ചെയ്യുന്ന പൈസ അമ്മ റീചാർജ് ചെയ്തായിരുന്നു. മക്കളെ റീചാർജ് ചെയ്യാൻ പൈസ തന്നു അമ്മച്ചിയുടെ കയ്യിൽ? അടിപൊളി. ഞാൻ റീചാർജ് ചെയ്യാന്ന് പറഞ്ഞല്ലേ അമ്മയുടെ പൈസ എടുത്ത് തന്നത്? അമ്മച്ചിയുടെ കയ്യിൽ ഇരിക്കണമെന്ന് പറഞ്ഞല്ലേ മക്കള് പൈസ തന്നത്? അതിനല്ലേടാ ഞാൻ പരിപ്പോടെ വാങ്ങിച്ചു തന്നെ നിനക്ക്. എന്നിട്ട് നീ എന്താണ് നിന്നിട്ടൊന്നും പറയാഞ്ഞത്? എന്റെ പൊന്നെ, മെയ് മാസം ലാസ്റ്റ് ലോൺ അടയ്ക്കാൻ 1 രൂപ പോലും കയ്യിലില്ല. അതെങ്ങനെ അടയ്ക്കുന്ന വല്ല ചിന്തയുണ്ടോ? മക്കളെ പൈസ ഒന്നും ഇല്ല. എന്റെ ഇരിക്കുന്നുണ്ടാ. ഇനി നമ്മൾ എന്തോ ഇവിടാ? നീ അമ്മച്ചി കുറച്ച് ബുദ്ധി അങ്ങ് പ്രയോഗിക്കാം. മക്കളെ ഇന്നലെ നമ്മൾ വാങ്ങിച്ച പുട്ടുപൊടിയുടെ പേരെന്തുവായിരുന്നു? അതിങ്ങി തന്നെ അവരെ വിളിച്ചിങ്ങി തന്നെ അവരുടെ കസ്റ്റമർ കെയറില്. ഹലോ, ഇത് പറയേരി പുട്ടുപൊടിയുടെ ഓഫീസ് അല്ലേ? ഇത് ഡബിൾ എം എ അമ്മിണിയാണേ സംസാരിക്കുന്നേ. നിങ്ങളുടെ ഒരു പരസ്യവാചകം ഉണ്ടായിരുന്നല്ലോ, പഴവിട്ട എവിടെയാ പൂ പോലെ പോവെന്ന്. ഇതിപ്പോ കുറ്റിയൊന്നും പോകുന്നില്ല, വയറ്റിന്നും പോകുന്നില്ല, പൂ പോയിട്ടൊരു ഷൂ പോലും പോകുന്നില്ല. ഇതിപ്പോ നിങ്ങൾ 15,000 രൂപ ഒരു നഷ്ടപരിഹാരം തരുമോ അതോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിങ്ങളെ നാട്ടിക്കണോ? മാനേജ്മെന്റിനോടൊന്ന് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് മേഡത്തെ കോൺടാക്ട് ചെയ്യാം. അക്കൗണ്ട് നമ്പർ ഒന്ന് വാട്സ്ആപ്പ് ചെയ്തേക്കാം. വേഗം വേണം. 15,000 രൂപ ഒത്തിട്ടുണ്ട്. അമ്മ ഇതൊക്കെ മോശമല്ലേ? അമ്മ ഇതൊക്കെ മോശമോ? എന്തോ മോശം? ഇനി 15,000 രൂപയും കൂടെ മതി. നമുക്ക് ലോൺ അടയ്ക്കണോ അതോ വീട്ടിന് വെളിയിൽ ഇറങ്ങി പോകണോ? നീ എന്തോ പറയുന്നേ? ലോൺ അടയ്ക്കണം. ഇന്നലെ ആര് നമ്മൾ എവിടുന്നാ വാങ്ങിച്ചേ? അയ്യോ, റേഷൻ കടയിൽ ആരെ വിളിക്കും? സെക്രട്ടേറിയറ്റ് വിളിക്കാം. ഒന്ന് പോകാൻ മണ്ടത്തരം പറയാതെ. എടാ സർക്കാരിനെ വിളിച്ച് പറയാവിടാ. ഇനി 15,000 രൂപ കൂടെ വേണമല്ലോ. ആ പ്രാക്ക് ഗോതമ്പൊടിക്കാരില്ലയോ, അവരുടെ നമ്പർ ഇതാ. 18 പിന്നെ ഒരു 16 18 എളുപ്പമുള്ള നമ്പരാ. ഹലോ പ്രാക്ക് കസ്റ്റമർ കെയർ. അതെ, നിങ്ങളുടെ ചപ്പാത്തി കഴിച്ചിട്ടേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. നിങ്ങളുടെ ആട്ട വാങ്ങിച്ചിട്ടേ പരസ്യത്തിലെ പോലെ അങ്ങോട്ട് വീർപ്പിച്ച് ഉരുട്ടി വിടാൻ പറ്റുന്നില്ല. പഞ്ചറാണോന്നൊരു സംശയം. പിന്നെ പൊടിക്കകത്ത് 2 കൊമ്പൻ ജില്ലയെ കണ്ടോന്നൊരു സംശയം. ആ പൊടി കഴിച്ചിട്ട് മനുഷ്യന് ദേഹത്ത് ചൊറിഞ്ഞു വാരുന്നുണ്ടോന്നൊരു സംശയം. അപ്പൊ എങ്ങനാ ഈ സംശയം എല്ലാം സോഷ്യൽ മീഡിയ പറയുന്നോ അതോ ഞങ്ങൾക്ക് കോൺവെർസേഷൻ തരുന്നോ? ഡബിൾ എം എക്കാരെ പറ്റിക്കാൻ നിൽക്കല്ലേ, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്ന്. പെട്ടെന്ന് ഒരു 15,000 രൂപ അക്കൗണ്ട് നമ്പർ അങ്ങോട്ട് അയക്കാം, ഇങ്ങോട്ട് ഇട്ടോളാന്. ഞങ്ങൾ മാനേജ്മെന്റിനോട് ഒന്ന് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് മേഡത്തെ കോൺടാക്ട് ചെയ്യാം. ഓ ലോണ് സെറ്റ് മോനെ. അമ്മച്ചിക്ക് ഇത്രയും ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ എന്റെ പൊന്നും മുച്ചോടെ താഴെ വീണ് ചത്തേനെ എന്റെ കുഞ്ഞേ. എത്ര കോർപ്പറേറ്റുള്ള പ്രാക്ക് കേൾക്കണം ഇനി ഈശ്വര. അമ്മേ അമ്മേ മക്കളുടെ ഇരിപ്പ് കണ്ടിട്ട് അമ്മയ്ക്ക് സങ്കടം വരുന്നടാ. അയ്യമ്മേ,
മക്കൾ എപ്പോ ഇറങ്ങി? രാവിലെ ഇറങ്ങിയതാ. അയ്യോ, വല്ലതും കുടിച്ചായിരുന്നോ? ഇച്ചിരി വെള്ളം തരാമോ അമ്മേ? ജാനു, മോനൊരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തേടി. ഷോ, ഭയങ്കര യാത്രയായിരുന്നില്ലയോ? സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുമല്ലയോ? അതെ. പഴയതുപോലല്ല, എൻ്റെ മക്കളങ്ങ് ക്ഷീണിച്ചങ്ങ് വാടി. അമ്മ അങ്ങ് ക്ഷീണിച്ചമ്മേ. എന്തോ ചെയ്യാനാടാ, കഷ്ടപ്പാടല്ലയോ? ചേച്ചി എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ, കഴിക്കുന്നുണ്ടോ? അമ്മ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല മക്കളെ, ഞാൻ ഒന്നും കഴിച്ചില്ല. നീ വല്ലതും കഴിച്ചോ? ഞാനും കഴിച്ചില്ല അമ്മേ. ഞാൻ അത് പരിചയപ്പെടുത്താൻ അമ്മയുടെ വന്നത്. ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് അമ്മയെ പരിചയപ്പെടുത്താം. നമ്മുടെ ഈ ഫുഡൊക്കെ ചൂട് പോകാതെ വെക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ്. ഓ, വിൽക്കാൻ വന്നതാ. ഞാൻ വിചാരിച്ച് പുറത്തും കണ്ട് പഠിക്കാൻ പോയി എന്താണ്ടൊക്കെ വലിച്ചു കയറ്റി വീട് അറിയാതെ കോൺ തെറ്റി നടക്കുവാന്ന്. അതൊന്നും അല്ല അമ്മേ. ഇതെന്ത് മക്കളെ? അതെന്തുവാന്ന് എനിക്കും അറിയത്തില്ല. യൂസർ മാനുവൽ വരെ. ഇത് നമ്മുടെ കസ്ട്രോൾ, ഇഡലി ദോശയൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് വെക്കാൻ. ഇത് ഞാൻ നോക്കി നടക്കുമായിരുന്നു. മക്കളുടെ കമ്പനിക്ക് കസ്റ്റമർ കെയർ ഉണ്ടോ? ഇല്ല. ഓഹോ, നഷ്ടപരിഹാരം തരാൻ വല്ലതും ഉണ്ടോ? അയ്യോ, ഞങ്ങളുടെ കമ്പനി എന്നോട് കൂടി തീരുവാ. ആണല്ലേ? ഇതൊക്കെ ഭയങ്കര വിലയാണോ മക്കളെ? ഇല്ലമ്മേ, വില കോയമ്പത്തൂരാണ് പോയി ആക്രി വിലക്ക് എടുക്കും. അന്യായ വിലക്ക് മനുഷ്യനെ പറ്റിക്കും. പറ്റിക്കുക. കൊള്ളാം കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ നോക്കി നടക്കുമായിരുന്നു. അപ്പം മക്കൾക്ക് ഇതിന് എന്തോ ലാഭം കിട്ടും? ഒരു 50-100 അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ഉച്ചവാ. എന്നാൽ എനിക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 100 രൂപ മക്കൾക്ക് ഞാൻ അങ്ങ് തരാം. മക്കൾ ഈ സാധനമല്ലേ ഇവിടെ വെച്ചിട്ട് പോകും, അമ്മച്ചി വിറ്റ് തരാം. ശരിയാവും. ഈ മക്കൾ എരിയാണി വെയിലത്ത് ഇങ്ങനെ നടക്കണോ? ഓ, ക്ഷീണിക്കത്തില്ലേക്കും. എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോഴേ എനിക്കങ്ങ് വയ്യ. അമ്മ ഡബിൾ അമ്മ ആയതുകൊണ്ട് നാട്ടുകാർക്ക് എല്ലാം അമ്മയെ വിശ്വാസമാ, ഇഷ്ടവുമാ. ഇത് ഇരട്ടി വിലയ്ക്ക് അമ്മ വിറ്റ് തരാം. സൂപ്പറായിരിക്കും. മക്കളിപ്പോൾ വിൽക്കാൻ കയറുവാന്ന് വെച്ചോ, കഷ്ടകാലത്തിന് അന്ന് രാത്രിയിൽ ഇവർ വീട്ടിൽ കള്ളന്മാർ കയറി കഴിഞ്ഞാൽ മക്കളെ സംശയിക്കും. മോനൊരു കള്ളലക്ഷണം ഉണ്ട്. മക്കൾക്കുണ്ട്, ജന്മനാ കിട്ടിയതാ. ഒരു കാര്യം ചെയ്യും, മക്കൾ ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് പോകും, അമ്മ നടന്ന് വിറ്റ് തരാം. അമ്മ പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കും. ഡബിൾ അമ്മ, അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. ബാഗ് വേണ്ടായോ? ബാഗ് അമ്മയ്ക്കാ. ഒരാഴ്ച കഴിയുമ്പോൾ മക്കൾ വാ കേട്ടോ, ഞാൻ നല്ല ലാഭത്തിൽ വിറ്റ് തരാം. ജാനൊന്നും ഇല്ല, മക്കൾ എനിക്കിട്ടൊന്നും തളിച്ചു, മക്കൾക്കിട്ട് തിരിച്ച് ഞാനൊന്നും തളിച്ചു, അത്രേ ഉള്ളൂ. തളിച്ചതാ. വെള്ളത്തിന് അവിടെ പഞ്ചായത്ത് പൈപ്പ് ഉണ്ട്, അതാകുമ്പോ കാറ്റും വെള്ളം ഒന്നിച്ച് കിട്ടും. മക്കളെ, നിനക്കേ ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അമ്മ ബാഗ് ബുദ്ധി പ്രയോഗിച്ചെടുത്ത്. ആ പാമ്പൊടിച്ചവനെ പറ്റിച്ചല്ലയോ? പറ്റിക്കപ്പെടാൻ നിന്ന് തന്നൂന്ന് പറമോനെ. അമ്മ ഇങ്ങനെ ഇരുന്നാൽ മതി അമ്മേ. 3 മണിയാകുമ്പോഴത്തേക്ക് അവിടെ വീട്ടോട്ട് പോകണം അമ്മേ. ആരുടെ വീട്ടിൽ? അമ്മേ 3 വർഷം പ്രേമിച്ച് കഷ്ടപ്പെട്ട ഇത്രയൊക്കെ ആക്കി എടുത്തത് അവളെ ഈ വീട്ടോട്ട് എങ്ങനെ അമ്മയെ കൊണ്ടുവരുന്നത്? അവർ നല്ല ആസ്തിയുള്ള ആൾക്കാരാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അമ്മ ഒരു ബുദ്ധി പ്രയോഗിച്ച് ആ ജംഗ്ഷനിൽ കാണുന്ന 12,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് അങ്ങ് ബുദ്ധി പ്രയോഗിച്ച് ഒപ്പിക്കാൻ കഴിയില്ല. എന്നിട്ട് ആ പെങ്കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഒരു 6 മാസം കഴിയുമ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ബുദ്ധി പ്രയോഗിച്ച് അതിനെ അങ്ങ് ഗർഭിണിയാക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതും നിനക്ക് പറ്റത്തില്ലെങ്കിൽ അതിനും അമ്മയുടെ ഒരു ബുദ്ധിയുണ്ട്, അത് പ്രയോഗിക്കാം. അമ്മ അവർക്ക് നമ്മുടെ കാര്യമെല്ലാം അറിയാം, അവിടെ വീട്ടുകാർക്ക് അറിയാത്ത. അമ്മ ബുദ്ധി ഒന്നും പ്രയോഗിക്കണ്ട. അമ്മ ശാരദ ചെയ്യുന്ന ഒരു 2000 രൂപ കടം വാങ്ങിച്ചാലോ? വൈകുന്നേരം വണ്ടിയില്ല, വണ്ടിക്ക് കൊടുക്കുക. 2000 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ള പോക്ക് നിനക്കുണ്ടോ? ഇല്ലല്ലോ. നിനക്ക് എന്തോ വേണം? അവരുടെ വീട്ടിൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വണ്ടി ചെന്ന് ഇറങ്ങണം, അതല്ലേ ഉള്ളൂ. അതിനും അമ്മച്ചിയുടെ ഒരു ബുദ്ധിയുണ്ട്. അമ്മച്ചി നല്ലൊരു ബുദ്ധി പ്രയോഗിക്കാം. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഷോറൂമിൽ വിളിച്ച് ഏറ്റവും നല്ലൊരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് തരാൻ പറ. അമ്മ അത്രയൊക്കെ വേണോ? അത്രയൊക്കെ വേണം. ബുദ്ധി പ്രയോഗിക്കണോടാ. ഡബിൾ അമ്മേ ബുദ്ധി പ്രയോഗിക്കും. വിളിച്ച് പറ. അമ്മ അത് വേണോ അമ്മേ? നീ പോയി ഒരുങ്ങ്, ഞാൻ റെഡി ആയിക്കോളാം. ശരി. പോലൊരു പേടിത്തോണ്ടൻ മറ്റവനെ പറ്റി. പട്ടാഴി അമ്മേ. നമസ്കാരം മാഡം. നമസ്കാരം സാറേ. നമസ്കാരം മാഡം. ഇന്നെൻ്റെ കന്നി ട്രിപ്പാണ് ഞങ്ങളുടെ. മാഡം ഇന്ന് ഞാൻ കമ്പനി ജോയിൻ ചെയ്തതേ ഉള്ളൂ. നന്നായി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റ് നിങ്ങളാണ്. അപ്പോൾ വണ്ടി കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കണേ മാഡം. ഇയാൾ കഥാപ്രസംഗം നടത്താതെ വണ്ടി എടുക്കാൻ നോക്ക്, സെയിലുണ്ടാക്കണം പോലും. ഞാനേ ഡബിൾ അമ്മ ബുദ്ധിയാണ് എൻ്റെ മെയിൻ, അത് ഇയാൾ മറക്കണ്ട. അപ്പൊ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കും. വണ്ടി എടുക്ക. എന്തിനാ ഇതൊക്കെ എപ്പോഴും പറയുന്നേ? ഞാൻ അങ്ങോട്ട് നോക്കടാ, പഠിച്ചിട്ടാ പറയുന്നത്. നിന്റെ പേര് കംപ്ലീറ്റ് കൊടുക്കണോ? മാഡം വണ്ടിയുടെ കംഫോർട്ടും എനിക്കറിയാം, വണ്ടിയുടെ ഫീച്ചേഴ്സൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇത് ഓടിച്ചു നോക്കേണ്ടത് നിങ്ങളല്ലേ, ഓടിച്ചിട്ട് നിങ്ങളല്ലേ ഫീഡ്ബാക്ക് പറയേണ്ടത്. അപ്പോൾ അതാരാ ഓടിക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും ഓടിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇരുന്നുള്ള കംഫോർട്ട് എങ്ങനെയാണെന്ന് അറിയേണ്ടത്. അതുകൊണ്ട് ഇയാളങ്ങ് ഓടിച്ചാൽ ഞങ്ങൾ ഡ്രൈവറെ വെച്ചാണ് ഓടിക്കുന്നത്. അല്ല മാഡം, നമുക്ക് ആകെ 5 കിലോമീറ്റർ അലൗഡ് ഉള്ളേ. എന്താ 5 കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടിയുടെ സാധനങ്ങളെല്ലാം ഇളകി പോവോ? എടോ, ഞങ്ങൾക്ക് ലോങ് പോകാനാണ് വണ്ടി എടുക്കുന്നത്. എന്തായാലും താൻ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്തായാലും 5 കിലോമീറ്റർ കൂടുതൽ പോകണം. അല്ല,
ഈ വണ്ടി നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ വണ്ടിക്ക് കസ്റ്റമർ സർവീസ് ഉണ്ടോ? എന്തൊരു ചോദ്യമാണ് മാഡം, പിന്നെ ഇല്ലേ? എങ്ങനെ ഈ വണ്ടി കമ്പനിക്കാർക്ക് ആസ്തി ഉള്ളവരാണോ? കോടാനുകോടികൾ ആസ്തിയുള്ള കമ്പനിയാണ് മാഡം. അങ്ങനെ 2 കോടി ചോദിക്കാം. മാഡം ഇപ്പം നമുക്ക് എങ്ങോട്ടാ വഴി, എങ്ങോട്ടാ പോകേണ്ടത്, എങ്ങോട്ടാ പറഞ്ഞു നോക്കണം. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്. അയ്യോ സാറേ, അവിടുന്ന് റൈറ്റോട്ട് ഓഫ് റോഡാ സാറേ. എന്താ ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ വണ്ടി തുള്ളിച്ചാടുവോ? എടോ, ഞങ്ങൾക്ക് ഓഫ് റോഡ് പോകുന്നതും എയർ റോഡ് പോകുന്നതും ഓൺ റോഡ് പോകുന്നതും എല്ലാം അറിയണം. ഞങ്ങൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞേ പറ്റത്തുള്ളൂ. എന്തൊക്കെ കുഴപ്പമുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. മാഡം 5 എന്നുള്ളത് ഞാൻ വേണേൽ 10 കിലോമീറ്റർ നിങ്ങളെ കൊണ്ടുപോകാം, പക്ഷേ വണ്ടി എടുക്കണേ മാഡം. ഇപ്പൊ എടുക്കാം, വായും മുളഞ്ഞിരുന്നു. എടുക്കാം. താങ്ക് യു മാഡം. അയ്യോ മാഡം, വഴി തീർന്നു പോയി, ഇത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ടാടോ പോകേണ്ടത്? ഇത് വീടല്ലയോ മാഡം? ഇയാൾ വണ്ടി ഓടിച്ച് വീട്ടിലോട്ടല്ലാതെ പിന്നെ ആകാശത്തോട്ടാണ് കയറ്റാൻ പോകുന്നത്. നമ്മൾ ഈ വീട്ടിലോട്ട് വന്ന് ഈ വീട്ടുകാർക്കൂടെ വണ്ടി ഇഷ്ടപ്പെട്ട ഇവരും വണ്ടി എടുക്കും. അപ്പൊ ഇയാൾക്ക് ഒരു ദിവസം 2 കച്ചവടം നടക്കും. നടന്നാൽ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, പക്ഷെ എടുക്കുമോ? ഇവിടെ വായും പൊളഞ്ഞിരിക്കാതെ ബുദ്ധി ഉപയോഗത്തെ മലപ്പെട്ടാ. ഇയാൾ ഡബിൾ എം എ അല്ലല്ലോ, പക്ഷെ ഞാൻ ഡബിൾ എം എയാ. വിദ്യാഭ്യാസം ഇല്ലാതെ കുഴപ്പമാണ്. ഇയാൾക്ക് 2 കച്ചവടം നടക്കുന്നത് ഇയാളുടെ മിടുക്കാ. ഇറങ്ങോട്ടെ, ഇറങ്ങ. ഉണ്ണിയുടെ അമ്മ ഡബിൾ എം എയാ, ഭയങ്കര ബുദ്ധിയാ. പറഞ്ഞിക്കടാ. അല്ല, അത് ഞാൻ വണ്ടിപ്പെരിയാറുള്ളതാ, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ, കൂടെ കൂട്ടിയതാ. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കടന്നാലോ? ഓക്കെ. അപ്പോൾ ആരാ ഓടിച്ചു നോക്കുന്നേ? ഓടിച്ചു നോക്കാനാ? ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതിപ്പോൾ? സാറിനായിരുന്നോ? അല്ല, അത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ മോളൊന്ന് ഓടിച്ചു നോക്ക്. ഓടിച്ചു നോക്കി പെർഫോമൻസ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങ് എടുക്കാം. അത് മാത്രമല്ല, അച്ഛനോട് കയറിയിരിക്കും. അച്ഛനും പെർഫോമൻസ് അറിയാമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. അയ്യോ, നിങ്ങൾ അന്തം പിടിയൊന്നും വേണ്ട കേട്ടോ. മോളൊന്ന് ഓടിച്ചു നോക്ക്. എത്ര മണിക്കൂർ ഇരുന്ന് ഓടിച്ചാലും ക്ഷീണിക്കത്തില്ല. കംഫോർട്ട്, അതാണ് മെയിൻ. എഞ്ചിൻ്റെ പുള്ളിങ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. അതെ, ഇവര് മറ്റേ ഈ ഷോറൂമിൽ ജോലി ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്ക്രൂ വന്ന് തലേ വീണ് ബുദ്ധി മൊത്തം റിലേ പോയി. ഇപ്പം എന്തൊക്കെയോ പറഞ്ഞേരാ. ഇവിടെ പെണ്ണ് കാണാൻ വന്നാന്ന് നിനക്ക് അറിയത്തില്ലേ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓ, പറ്റിക്കുമായിരുന്നില്ലേ? പിന്നെ ഓളെ തിരക്കണ്ടോടോ, പെണ്ണ് കാണാൻ വരുമ്പോ പറ്റിച്ചു തന്നോ. കൊച്ചു പയ്യനാ. അപ്പം പിള്ളേർ തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിതങ്ങ് പെട്ടെന്ന് നടത്താം. അല്ല, ഞാനൊരു കാര്യം ചോട്ടെ, എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുമല്ലോ അല്ലേ? ആയിരിക്കും. അല്ല, എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ ആണ് ഇത്. മൊത്തത്തിൽ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷനാ, പിടിച്ചു നിൽക്കണമല്ലോ. അച്ഛാ, എന്നാൽ നമുക്ക് ബാക്കി ഡേറ്റ് ഒക്കെ നമുക്ക് പോകെ തീരുമാനിക്കാം. ഞങ്ങൾ ഉള്ളത് പറയാലോ. നമ്മുടെ തറവാട്ടിലോട്ട് വരുന്നത് കൊച്ചിൻ്റെ ഐശ്വര്യമാണ്. കാരണം എൻ്റെ ബുദ്ധി നാട് മൊത്തം ഫേമസ്. ഞാൻ ഡബിൾ അമ്മയാ, ബുദ്ധിയാ. എൻ്റെ ബുദ്ധി 2 കാച്ചട്ടെ. വേണ്ട, ഇനി ഇരുന്നല്ലേ ശരിയാവത്തില്ല. അല്ല, ശരിയല്ലല്ലോ ഇനി അങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞാൻ മോടെ എടുത്തോട്ടെന്ന് ചെല്ലട്ടെ. മോളെ എല്ലാം ഒന്ന് പരിശോധിക്കട്ടെ. അയ്യോ കേട്ടെ. എൻ്റെ കൊച്ചിന് ചേരുന്ന കൊച്ചു തന്നെയാ കേട്ടോ. ഒന്ന് നടന്നേ മോളെ, ഒന്ന് നടന്നേ. അയ്യോ, നല്ലതായിട്ടുണ്ട്. പോവാ. എനിക്കറിയാൻ പോവാം. മോളോട് ഇരിക്കാം, ഞാൻ പുറത്തോട്ട് തീരുമാനിക്കാം. കൂടായ്പ തള്ളേ മോനും. അപ്പോൾ ഞങ്ങൾ കുടുംബപരമായിട്ടേ ഭയങ്കര വിദ്യാഭ്യാസം ഉള്ളവരും പണക്കാരും ഒക്കെ ആയതുകൊണ്ട് കല്യാണം പെട്ടെന്ന് നടത്തണം. ഇല്ലെങ്കിൽ നമുക്കതൊരു കുറച്ചില്ല. മോളെ പൊന്നുപോലെ ഞങ്ങൾ നോക്കില്ല. മോന് ഭയങ്കര വിദ്യാഭ്യാസമാണ്. ശരി. അല്ല, ഒരു മിനിറ്റ്. ഈ വണ്ടി ഞങ്ങൾ വന്ന വണ്ടിയാ? സംശയം വല്ലതും ഉണ്ടോ? നിങ്ങളുടെ വണ്ടിയാണോ? സ്വന്തം വണ്ടിയാ, നമ്മുടെ സ്വന്തം വണ്ടി. സ്വന്തം വണ്ടി? സംശയം വല്ലതും ഉണ്ടോ? സ്വന്തം വണ്ടിയാ. ഓ, അപ്പൊ ഈ ഉദയ മോട്ടോഴ്സ് നമ്മുടെയാ. ഉദയ മോട്ടോഴ്സ്. ഉദയയുടെ മോട്ടർ ഉണ്ടല്ലോ, മോട്ടറും പൈപ്പും ഓസും എല്ലാം ഉണ്ട്, വണ്ടിയും ഉണ്ട്. നമ്മുടെ സ്വന്തമാണ്. അല്ല, അപ്പൊ നിങ്ങൾ ഈ ഉദയ മോട്ടോഴ്സ് കൊടുത്തോ? ഉദയ മോട്ടർ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തിനായിരുന്നു. അച്ഛൻ വിറ്റിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആക്രി വിലയ്ക്ക് 1-2 മോട്ടർ എടുത്ത് വിറ്റെന്ന് തോന്നുന്നു. ഞാൻ വിറ്റിട്ടില്ല. മക്കളെ, നീ വല്ലതും വിറ്റോടാ? ഇല്ല, വല്ലതും ഉണ്ടെങ്കിലല്ലേ വിൽക്കൂ. ചോദിക്കാൻ കാരണം, ഈ ഉദയ മോട്ടോഴ്സ് ആയിരുന്നു വിറ്റായിരുന്നു. ഓ, ഇപ്പൊ അത് മേടിച്ചിരിക്കുന്നത് ഞാനാ. സൂര്യ മോട്ടോഴ്സ്. മോടെ പേര് വെച്ച. അതാ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോനൊന്നും പറഞ്ഞില്ല. ഷോ, അത് നന്നായി കേട്ടോ. കുടുംബത്തിനൊരു അസറ്റ് ഉള്ളത് നല്ലതാ. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴേ വണ്ടി സൗകര്യമൊക്കെ ഉള്ളത്. സാറേ, സൂര്യ മോട്ടോഴ്സ് സാറിൻ്റെ ആയിരുന്നോ? സാറേ, ഞാൻ ഇന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. എനിക്കറിയത്തില്ലായിരുന്നു സാറിൻ്റെ വീട്ടിലോട്ട് വരുന്നതെന്ന്.
ഈ പെണ്ണും പുള്ള ഇയാൾ കൊണ്ടല്ലോ ടെസ്റ്റ് ഡ്രൈവിന് വേണമെന്ന് പറഞ്ഞാൽ സാറേ വണ്ടി വിളിച്ചത്. എനിക്കറിയത്തില്ലായിരുന്നു സാറിൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വരാൻ ഇവർ വിളിക്കുന്നതെന്ന്. സാറേ ഈ തള്ളേ മോനും ഉടായ്പ സാറേ ഈ വീട്ടിൽ കയറ്റല്ലേ രണ്ടിന് ലോക ഉടായ്പകൾ ഇവർ രണ്ടെണ്ണം. ടെസ്റ്റ് ഡ്രൈവിന് നിങ്ങൾക്ക് വണ്ടി വേണം മുടിഞ്ഞു പോകും തള്ളേ. സാറേ വണ്ടി ഞാൻ കൊണ്ട് ഷോറൂമിൽ ഇട്ടേക്കാം. അല്ലേ ഇതെന്തുവാ ഇത്? നമ്മുടെ കുടുംബത്തിലെ വണ്ടി എടുത്തോണ്ട് പോകുന്നത് നമ്മുടെ കുടുംബക്കാരെ തമ്മിൽ തല്ലിക്കുന്നു. പോണ വണ്ടി കേട്ട പണിന്റെ അച്ഛാ. നമ്മൾ ഈ ഡബിൾ എം എക്കാർ തമ്മിൽ സംസാരിക്കുന്ന സിംഗിൾ എം എക്കാരൻ എന്താ കാര്യം അല്ലേ? അപ്പൊ എപ്പോ നടത്താം? ഇപ്പൊ തന്നെ നടത്താം. ഇപ്പൊ ഞാൻ തുണിയൊന്നും എടുത്തോണ്ട് വന്നില്ല. കുഴപ്പമില്ല, ഈ ഡ്രസ്സ് തന്നെ മതി. മതിയോ? പതുക്കെ നടന്നങ്ങ് പൊക്കോ. കാരണം ഇതുവരെ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നീ രണ്ടും ഉടായിപ്പോളാ. ഇറങ്ങ, നടക്കത്തില്ല. പോ പോ, പോലീസ് പിടിച്ചേപ്പിക്കണമെങ്കിൽ പോ. മക്കളെ, അമ്മച്ചിയുടെ ബുദ്ധി ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. പക്ഷെ ഇത് തുടക്കത്തിലേ പിടിച്ചല്ലോടാ. മക്കളെ വിഷമിക്കണ്ട. അങ്ങനെ തോറ്റ് പിന്മാറുന്നവളല്ല ഈ അമ്മിണി ഡബിൾ എം എ. ഒരു കാര്യം ചെയ്യും, ഞാൻ ജപ്പാനിലെ വണ്ടിക്കാരെ ഒന്ന് വിളിക്കും. എന്തിനാ? അവൻ പറഞ്ഞത് കേട്ടില്ലയോ? കോടിക്കണക്കിന് ആസ്തി ഉണ്ട് കമ്പനിക്ക്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനെ വിളിച്ച വണ്ടി വഴിയിൽ ഇറക്കി വിട്ടെന്ന് പറയാം. കൂട്ടത്തിട്ടുണ്ട് ആ പത്രാസുകാരനെ വിട്ട് കൊടുക്കാം. നമുക്ക് കോടികൾ ഉണ്ടാക്കാം. നല്ല നഷ്ടപരിഹാരം വാങ്ങിക്കാടാ. തലവേദന എടുക്കുന്നോ? ടൈഗർ ബാം കാർക്കിട്ടൊരു പണി കൊടുക്കണം. അമ്മ ഒരാൾ കാരണം എന്റെ ജീവിതം നശിച്ചത്. എന്റെ കല്യാണം മുടങ്ങി. ഇനി എങ്ങനെ പോകും നടന്ന അവിടം വരെ? ഇതാ കൊച്ചു കൈ പിടിച്ചപ്പോ ഞാൻ ഊരിങ്ങെടുത്ത് അടിച്ചു മാറ്റി. അമ്മിനിയുടെ ബുദ്ധി എങ്ങനെയുണ്ട്? ഇത് അവിടെ മക്കളെ സൂക്ഷിക്കണ്ടേ? അവിടെ എനിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടൊക്കെ ഞാനിവിടെ ഇട്ട് വെച്ച് സൂക്ഷിക്കണ്ടേ? ഇതൊക്കെ സ്വർണം വേറെ ആരെങ്കിലും കൈ കിട്ടിയെങ്കിൽ എന്റെ മോനായോണ്ട് കാണിച്ചു തന്ന് ഇവിടെ ഉണ്ട് സാധനം ഇവിടെ വെക്കാം. എന്തോ ചെയ്താലേ നടന്നു പോ.